ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് RC എയറോപ്ലെയിൻ പ്രോബ്ലം വർക്കാവുന്നില്ല. റിമോട്ട് പ്രോപ്പറായി വർക്കാവുന്നുണ്ട്. എയറോപ്ലെയിന് യാതൊരുവിധ റെസ്പോൺസും ഇല്ല, ഒരു ഇൻഡിക്കേറ്ററും കത്തുന്നുമില്ല. എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ബാറ്ററിയിൽ 3.9 വോൾട്ട് കാണിക്കുന്നത് കൊണ്ട് ബാറ്ററി ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി എന്തായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്ന 5 സ്ക്രൂ റിമൂവ് ചെയ്താൽ ഫ്രെയിം നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഈ കാണുന്ന സ്ക്രൂകളും 4 മോട്ടറിന്റെ കണക്ഷനും റിമൂവ് ചെയ്താൽ ബോർഡ് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടുന്നതാണ്. ഇനി ബോർഡിന്റെ 2 ഭാഗവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും കമ്പോണന്റ് പൊട്ടിപ്പോയിട്ടുണ്ടോ കത്തിപ്പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിൽ ഒറ്റനോട്ടത്തിൽ ഒരു പ്രോബ്ലവും കാണുന്നില്ല. ഇനി നമുക്ക് ഏതെങ്കിലും സെക്ഷനോ കമ്പോണന്റോ ഷോർട്ട് ആയിട്ടുണ്ടോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിലുള്ള ഒരുവിധം കപ്പാസിറ്ററുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു വലിയ കപ്പാസിറ്റർ ഷോർട്ടായി കാണുന്നുണ്ട്. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ ഇട്ടതിന് ശേഷം കപ്പാസിറ്ററിന്റെ ഇരു സൈഡുകളിലും മൾട്ടിമീറ്ററിന്റെ നോബ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫോർവേഡിൽ 200ന്റെയും 900ന്റെയും ഇടയ്ക്കൊരു വാല്യൂ കിട്ടുകയും റിവേഴ്സ് മോഡിൽ 1000ന് മുകളിൽ വാല്യൂ കിട്ടുകയും ചെയ്താൽ കപ്പാസിറ്റർ ഓക്കെ ആണ് എന്ന് മനസ്സിലാകാം. ഇവിടെ ഈ കപ്പാസിറ്റർ റിവേഴ്സിലും ഫോർവേഡിലും 00 ലഭിക്കുന്നത് കൊണ്ട് ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്ന സ്വിച്ചിന്റെ സെക്ഷനിലാണ് കപ്പാസിറ്റർ ഷോർട്ടായി കാണുന്നത്. സ്വിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്വിച്ചിലെ എല്ലാ കണക്ഷനും ഓഫിലും ഓണിലും ഷോർട്ടായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഷോർട്ട് പോയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓണിൽ ഷോർട്ടായിട്ടും ഓഫിൽ ഓപ്പൺ ആയിട്ടും കാണുന്നത് കൊണ്ട് സ്വിച്ചും ഓക്കെ ആയി എന്ന് മനസ്സിലാക്കാം. ഇനി ജസ്റ്റ് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ബോർഡ് പ്രോപ്പറായി വർക്ക് ആവുന്നുമുണ്ട്. ഇനി വേറൊരു മദർ ബോർഡിൽ നിന്നും സെയിം വലുപ്പമുള്ള ഒരു കപ്പാസിറ്റർ എടുത്ത് ഇതേപോലെ റീഫിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ ഓപ്പൺ ചെയ്തത് അതേപോലെ നമുക്ക് റീഫിറ്റ് ചെയ്യാം. 4 മോട്ടറിന്റെ കണക്ഷനും റീസോൾഡർ ചെയ്ത് മെയിൻ ഫ്രെയിമും റീഫിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററി കൂടി ഫിക്സ് ചെയ്ത് സ്വിച്ച് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലൈ ചെയ്യിച്ചു നോക്കാം.